ഒരു ചിക്കൻ നൂഡിൽസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബീൻസ്, ക്യാരറ്റ്, കാബേജ്, സ്പ്രിംഗ് ഒനിയൻ എന്നിവ എടുക്കുക. സ്പ്രിംഗ് ഒനിയൻ അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാൻ സവോളയാണ് എടുത്തത്. ബീൻസിനെ ബി ഷേപ്പിൽ നല്ലതുപോലെ കട്ട് ചെയ്തു മാറ്റി വെച്ചതിന് ശേഷം കാബേജ് എടുത്തു. അത് ബീൻസ് അരിഞ്ഞ് അതേപോലെ തന്നെ ഞാൻ കാബേജും എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ക്യാരറ്റ് എടുത്തു. ഈ മൂന്നും ഒരേ രീതിയിൽ തന്നെ കട്ട് ചെയ്തു മാറ്റി വെച്ചു. ഒനിയൻ എടുക്കുക. ഒനിയനെ നല്ലതുപോലെ വൃത്തിയായിട്ട് അതേ രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്യുക. ഇത് കട്ട് ചെയ്ത് എല്ലാം കൂടെ ഒരു പ്ലേറ്റിലാക്കി നമ്മൾ മാറ്റി വയ്ക്കുക. അതിനുശേഷം ബോൺലെസ് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ശകലം മസാല ഇട്ട് ബോയിൽ ചെയ്ത് നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് അതിനെ ചെറിയ ചെറിയ പീസുകളാക്കി നമ്മൾ എടുത്ത് ഒരു പാത്രത്തിലാക്കി വെക്കുക. ഇനി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വയ്ക്കുക. അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക. വെള്ളവും അതിനാവശ്യമുള്ള ഉപ്പും നമ്മൾ ഇടുക. ഈ വെള്ളം തിളയ്ക്കുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം നമ്മൾ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നൂഡിൽസ് അതിൻ്റെ അകത്തിട്ട് ബോയിൽ ചെയ്യാൻ വേണ്ടിയാണ്. നൂഡിൽസ് നമുക്ക് എത്ര ആവശ്യമുണ്ട് അത്രയും നൂഡിൽസ് മാത്രം നമ്മൾ എടുക്കുക. വെള്ളം തിളയ്ക്കുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. കാരണം നൂഡിൽസ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഹാഫ് ബോയിലായി കഴിഞ്ഞിട്ട് ആ നൂഡിൽസിൻ്റെ വെള്ളം നമ്മൾ ഊറ്റി കളഞ്ഞ് വെച്ച് നൂഡിൽസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എടുക്കേണ്ടതാണ്. അതിനുവേണ്ടി നമ്മൾ വെള്ളം തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്ത് നമ്മൾ നൂഡിൽസ് അതിൻ്റെ അകത്ത് ഇട്ടു. ഇനി കുറച്ച് നേരം കൊണ്ട് നമുക്ക് നോക്കാം. എന്നിട്ട് നൂഡിൽസ് മൊത്തം ആ വെള്ളം അതിൻ്റെ അകത്ത് കവറായി കഴിയുമ്പോഴത്തേക്കിനും അതിനെ ഒരു പാത്രത്തിലാക്കി ആ വെള്ളം പോകാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. നൂഡിൽസിനെ മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ എടുക്കുക. അതിൻ്റെ അകത്തോട്ട് ഒരു 2 സ്പൂൺ നെയ്യ് എടുത്ത് ഇടുക. നെയ്യ് നല്ലപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കാബേജ്, ബീൻസ്, ക്യാരറ്റ്, സവോള ഇത്രയും സാധനങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇടുക. അത് നല്ലത് ഓരോന്നിടുന്നതനുസരിച്ച് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. അത് ഇളക്കി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹാഫ് കുക്കാകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം ഫുൾ കുക്കാവുകയും ചെയ്യരുത്. ഹാഫ് കുക്കായ നമ്മുടെ വെജിറ്റബിളിൻ്റെ അകത്തോട്ട് നമുക്ക് കുറച്ച് സോയ സോസ് ഒഴിക്കാം. ഒത്തിരി സോയ സോസ് ഒഴിക്കല്ലോ. ഒത്തിരി സോയ സോസ് ഒഴിച്ചാൽ അത് നല്ല ഉപ്പ് രസമുള്ളതാണ്. കാരണം ഉപ്പ് കൂടിപ്പോയി അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. പിന്നെ നമുക്ക് ആവശ്യമുള്ള പെപ്പർ അതിന് ഇടണം. പെപ്പർ ഇടുക എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ വേറെ എക്സ്ട്രാ നമ്മൾ എരിവൊന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് പെപ്പർ ഇടുക. അത് ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിക്കനെ എടുത്ത് അതിനകത്തോട്ട് ചേർത്ത് അതും കൂടെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നൂഡിൽസിൻ്റെ നൂഡിൽസ് ഇടാം. നൂഡിൽസ് ഇട്ട് ആ നൂഡിൽസും കൂടെ നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് എല്ലാം ഒരേപോലെ മിക്സ് ആയതിനു ശേഷം ഒരു പ്ലേറ്റ് എടുത്ത് അതിൻ്റെക്ക് നമുക്ക് സെർവ് ചെയ്യാം. സെർവ് ചെയ്ത് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ നൂഡിൽസ് റെഡിയായി. താങ്ക് യു ഫോർ വാച്ചിങ്.